വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി ലഭിക്കില്ലെന്ന് സമ്മതിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ല. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരണമെന്നും അവിടെ മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുമെന്നും കിരൺ റിജിജു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അമൽ പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, പുതിയ വഖഫ് നിയമത്തോടെ മുനമ്പം നിവാസികൾക്ക് ഭൂമിക്ക് മേൽ അവകാശം ലഭിക്കുമെന്ന സംഘപരിവാറിന്റെ കള്ളപ്രചാരണം പൊളിഞ്ഞിരിക്കുന്നു. വഖഫ് ബില്ലുകൊണ്ട് മാത്രം മുനമ്പം നിവാസികൾക്ക് ഭൂമി ലഭിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഒടുവിൽ സത്യം പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെ? അമൽ, വിജയ്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് ഈ മുനമ്പം നിവാസികളെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ആ സന്ദർശനത്തിനു മുന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതികരണങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളായിരുന്നു കിരൺ റിജിജു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്ത് നീതി ലഭിക്കില്ല എന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. അവിടെ ഭേദഗതി മുനമ്പം ജനതയ്ക്ക് നീതി ലഭിച്ചേക്കാം എന്ന കാര്യം കൂടി ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാന കാര്യം വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്ത് നീതി ലഭിക്കില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ല. ഇതുവരെ സെറ്റിൽ ചെയ്ത കേസുകൾ ഒക്കെ തന്നെ മുന്നേ സെറ്റിൽ ചെയ്തതാണ്. മുനമ്പം കേസ് സെറ്റിൽ ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഭേദഗതി പക്ഷേ ഗുണം ചെയ്തേക്കാം എന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രി ഈ മുനമ്പം നിവാസികളെ സന്ദർശിക്കുന്നത്. അത് മുന്നേ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലായിരുന്നു ഈ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിനെ ക്ലെയിം ചെയ്യാനാകില്ല എന്നും ഇദ്ദേഹം പറയുന്നു. കോടതി തീരുമാനം വരട്ടെ, നിയമപരമായി വഖഫിന് മുനമ്പത്തെ ഭൂമി ക്ലെയിം ചെയ്യാനാകില്ല. ഏത് ഭൂമിയും വഖഫിന്റേതെന്ന് അവകാശപ്പെടാനാകില്ല എന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ചത് വഖഫ് ഭേദഗതിയിലൂടെ മാത്രം ഈ മുനമ്പത്തിന് നീതി ലഭിക്കില്ല എന്ന കാര്യം തന്നെയാണ്. അമല, തുടരുക. ഇപ്പോൾ കിരൺ റിജിജുവിന്റെ ആ വാക്കുകൾ കൂടി നമുക്ക് കേട്ട് മടങ്ങിയെത്താം. Munambam issue which I had gone through briefly, the multiple change of the ownership in the past. But one important issue which I want to highlight is, because of the provisions containing there in the old act, the High Court had given a ruling. So now as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement. But it is challengeable in the Supreme Court. And I would strongly urge that because of the provisions in the old act, it was disadvantageous to the Munambam people, the fishermen. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. Because it is sub judice, that is why I am not making direct comment of giving a particular status, because it is in a way sub judice, because there are cases filed in the courts.